നീ എന്താ താമസിച്ചത്? നിന്നെ ആ ക്യാഷ് കൗണ്ടറിൽ എത്തിയതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ ഉമ്മർത്തിറങ്ങി വന്ന് വായി നോക്കി നിൽക്കുന്നേ? അതെ, ഹോട്ടലിൽ കസ്റ്റമേഴ്സ് വരുമ്പോഴേ ഞാൻ അവിടെ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടോന്ന് മോള് നോക്കിയാ മതി. ചോദിച്ചിന് ഉത്തരം പറ. എന്താ താമസിച്ചത്? പറയില്ല. നീ എന്ത് ചെയ്യും? താമസിച്ചാ ചോദിക്കാൻ പാടില്ലേ? മിണ്ടി പോരുത്, കൊന്നോളയും. എന്നെയോ? എന്തിന്? അതൊക്കെ ഉണ്ട്. എന്താടി ഇത്രയ്ക്ക് താമസിച്ചത്? നോക്കി നോക്കിയിരുന്ന മനുഷ്യൻ അടുത്തല്ലോ. അയ്യോ, ദേഷ്യം വരുമ്പോ എന്റെ അമൃതേച്ചി കാണാൻ എന്തൊരു ഭംഗിയാ. മാറി നിക്കടി അങ്ങോട്ട്. ആ ചേച്ചി, ഈ തടവ അമൃതേച്ചി. ചോദിക്കുന്നതിന് നല്ല ഉത്തരം പറയുന്നേ. താമസിച്ചെന്താന്ന് ചോദിച്ചപ്പോഴേ എന്നെ കൊന്നുകളയുന്നു. കൊഞ്ചാത്ത കാര്യം പറയടി. എവിടെയായിരുന്നു നീ? ഞാനൊരു കല്ലുരുട്ടാൻ പോയതാ. കല്ല് വെട്ടാനോ? കല്ലുരുട്ടാൻ. ഒരു വലിയ കുന്നിലേക്ക് ഞാൻ കല്ലുരുട്ടി കയറ്റി. എന്നിട്ട് കുന്നിന്റെ മുകളിലെത്തിയപ്പോ ഞാനത് തള്ളി താഴേക്കിട്ടു. അത് ഉരുണ്ടുരുണ്ടുരുണ്ട് താഴോട്ട് പോയി. അപ്പൊ നീ കൈകൊട്ടി ചിരിച്ചല്ലേ? അമൃതേച്ചി, ഇത് ഭ്രാന്താ. ഇവിടെ നാറാണത്തെ ഭ്രാന്തിയാ. അല്ലടി, ആ കല്ല് താഴെ എത്തുന്നതിന് മുൻപേ ഞാൻ താഴെ എത്തി. എന്നിട്ട്? കല്ല് വന്ന് വീണതേ എന്റെ നെഞ്ചിലാ. ആ എന്നിട്ട് നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ഇല്ല, ആ കല്ല് പൂക്കളായി. ഞാൻ അതും കൊണ്ടിങ്ങി പോന്നു. എന്നിട്ടാ പൂക്കളവിടെ. അതൊക്കെ ഉണ്ട്, സമയാവുമ്പോ കാണിക്കാം. ഇവക്കിതെന്തു പറ്റി? കിറുക്കായോ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അല്ല, മാമന് സുമേഷ് എന്താ ഈ നേരത്ത്? അതെന്താ ഇങ്ങോട്ട് നേരവും കാലം നോക്കണോ? അല്ല, അത് വേണ്ട. ദേ ഇതകത്തേക്ക് വെച്ചോ. കുറച്ച് പഴുത്ത മാങ്ങയാ. മാമ്പഴം മാത്രമേ ഉള്ളോ? നിനക്ക് വേണ്ടത് ചോക്ലേറ്റ് ഒക്കെ അതിനകത്തുണ്ട്. ആ അമൃതമോളെ, ഒന്നകത്തോട്ട് വാ. മാമനൊരു കാര്യം തീരുമാനിക്കാൻ വന്നതാ. അതെന്താ മാമ, ഞങ്ങള് വരണ്ടേ? നിങ്ങളും വാ. വാടാ. എന്തായിരിക്കും? എനിക്കറിയില്ല. വാ, പോയി നോക്കാം. വാ. വളച്ചു കിട്ടൊന്നുമില്ലാതെ മക്കളോട് നേരിട്ട് കാര്യം അങ്ങ് പറയാം. സുമേഷിന്റെ കല്യാണം അങ്ങ് തീരുമാനിക്കാൻ പോവാ. കൂടുതൽ അങ്ങ് താമസിപ്പിക്കാതെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തില്. എന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ അമൃതയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി സുമേഷിന്റെ കല്യാണമെന്ന്. പക്ഷേ അതിനി ഇവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചിട്ടൊക്കെ വേണ്ടേ? അത്രയും കാത്തിരിക്കാൻ ഇവൻ തയ്യാറുമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോ ഒരു പരിഹാരം പറഞ്ഞു തന്നതും ഇവൻ തന്നെ. 2 കല്യാണം ഒരുമിച്ച് അങ്ങ് നടത്തിയാ പോരേന്ന്. അവിടെയും പ്രശ്നമുണ്ടല്ലോ. അമൃതയ്ക്കൊരു ചെറുക്കനെയും ഇവനൊരു പെണ്ണിനെയും കണ്ടുപിടിക്കണ്ടേ? അതിനും പെട്ടെന്ന് ഇവൻ തന്നെ ഒരു പരിഹാരം പറഞ്ഞു. ചെറുക്കെന്താ ഇവനും, പെണ്ണ് അമൃതയുമായാൽ എന്താണ്? എന്താ അമൃത മോളുടെ അഭിപ്രായം? ഇവര് തമ്മില് ചെറിയൊരു അടുപ്പുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ഇവൻ എന്നോട് സമ്മതിച്ചതാ. അതുകൊണ്ടല്ലേ ഞാൻ വളച്ചിട്ടില്ലാതെ പറയാന്ന് പറഞ്ഞിട്ടും ഒന്ന് വളച്ചുകെട്ടി പറഞ്ഞത്.
എന്തായാലും രണ്ടുപേരെ ഒന്നിച്ചേർത്ത് ചോദിക്കണമല്ലോ, അതല്ലേ അതിന്റെ ഒരു ശരി. ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ, ഏ? എനിക്ക് അമൃത ഇഷ്ടമാണ്. നിനക്കോടി മോളെ? ഒന്ന് വാ തുറന്ന് പറയാം അമൃതേച്ചി. ആ അത് ഞാൻ പോയി ചായ എടുക്കാം. നിക്ക് 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 നിക്ക്, ചായയൊക്കെ പിന്നെ ആവാം, ആദ്യം ഒന്ന് തീരുമാനിക്കട്ടെ. രണ്ടുപേരുടെയും ജാതകം ഞാൻ ശങ്കർ നിരുമേനെ കൊണ്ടൊന്ന് നോക്കിച്ചായിരുന്നു. ഒരുത്ത ഉത്തമ. അപ്പോ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് തുടങ്ങാം. മോതിരന്മാരിൽ വേണമെന്നുണ്ടോ? ഉണ്ടോ? അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? മാമൻ തീരുമാനിച്ചാ മതി. വേണ്ട അമൃത, അത്തരം ചടങ്ങുകളൊക്കെ അനാവശ്യം. പരസ്പരം അടുത്തറിയാവുന്നവരല്ലേ നമ്മള്, പിന്നെന്തിനാ ഒരു ഉറപ്പിക്കല്? വേണ്ടെങ്കിൽ വേണ്ട, കല്യാണത്തിന് തീയതി കുറിപ്പിക്കാം, അതും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ. എന്താ? അബി, ഇന്ന് നമുക്ക് PTP നഗർ വരെ ഒന്ന് പോവാം. എന്താ കാര്യം? അമ്മ ഗോപാലേട്ടനെ ദിവ്യപ്രഭയുടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിരുന്നു. ഇന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാതെ. നീ അറിഞ്ഞാ എന്തെങ്കിലും തടസ്സം പറയും, അതുകൊണ്ടാ അറിയിക്കാതിരുന്നത്. എന്നാ വേറൊരു ദിവസം പോവാം. പറ്റില്ല, ഇന്ന് ചെല്ലുമെന്ന് ഞാൻ വാക്കു പറഞ്ഞുപോയി. എന്ത് പണിയാ അമ്മ ഈ കാണിക്കുന്നത്? എനിക്ക് ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നേ. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. ആ ശരി, എപ്പോഴാ പോകണ്ട അത് പറ. നമ്മളിത് രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നു, എന്നിട്ട് പെണ്ണിനെ കാണുന്നു, തിരിച്ചു പോരുന്നു. കൂടി വന്നാ 1 മണിക്കൂർ സമയം. അത് കഴിഞ്ഞ് നീ എവിടാന്ന് വെച്ചപ്പോ. എന്നാലും എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ബോറായിപ്പോയി. ഒന്ന് പോയി കണ്ടിട്ട് വരാം ഏട്ടാ. ഫോട്ടോയിലല്ലേ ദിവ്യപ്രഭയെ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊന്ന് കാണാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. അതെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. വെറുതെ ഓരോ തടസ്സം പറയാതെ കഴിച്ചിട്ട് ചെന്ന് റെഡി ആവാൻ നോക്ക്. നീ വരുന്നുണ്ടോടി പെണ്ണെ? ആ, പിന്നെ ഞാൻ വരാതെ? എനിക്ക് കാണണ്ടേ എന്റെ ഭാവി നാത്തൂനെ? എന്നാ നീയും ചെന്ന് റെഡിയാവ്, വൈകണ്ട. ഇനി കൂടുതൽ ആലോചിച്ച് കൂട്ടണ്ട ഏട്ടാ, ചെന്ന് റെഡിയാവ്. ഇത് കണ്ട, നല്ല വടിവത്ത കയ്യക്ഷരത്തില് നിങ്ങളുടെ മോൾ അമൃത നിങ്ങളെ 1-ാം പ്രതിയാക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ എഴുതി തന്ന പരാതിയാണിത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കിതിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യും, പിന്നെ കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കും. ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാതെ മഞ്ചാടി. പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും പുതുമയല്ല, ഉത്തരിയല്ല കലാവതിക്ക്. നിങ്ങൾക്കല്ലായിരിക്കാം, പക്ഷേ 1-ാം പ്രതിയായി ആരോപിക്കപ്പെട്ട നിങ്ങളുടെ ഭർത്താവിന് അത്ര പരിചയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇത്തരം ഒരു പരാതി അവൾ എഴുതരാൻ സാധ്യതയില്ല. ആ, ഇത്തരം വിശ്വാസങ്ങളാണ് തെറ്റ്. സാമ്പാറിലെ വിഷം ചേർക്കാൻ പാചകക്കാരന് കാശ് കൊടുത്ത് പാട്ടിലാക്കിയത് നിങ്ങളുടെ ഭാര്യ കലാവതിയാണെന്ന് ഈ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ കൊള്ളാവുന്ന വക്കീല് തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോ സത്യങ്ങളെല്ലാം ആ പാചകക്കാരൻ ഭാസ്കരൻ വിളിച്ചു പറയും. പിന്നെ അഴിയണേണ്ടി വരുന്നത് ചന്ദ്രസേനനാണോ കലാവതി മേഡമാണോ എന്ന് നിയമം തീരുമാനിക്കും. ചന്ദ്രൻ ഒന്നിങ്ങോട്ട് മാറിയേ. ഞങ്ങളിപ്പോ എന്ത് വേണോന്നാ മഞ്ചാടി പറയുന്നത്? അങ്ങനെ ചോദിക്കും മേഡം. ഈ പരാതിയൊക്കെ ഞാൻ മുക്കി താഴ്ത്തിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഒരു ഡീൽ ഉറപ്പിച്ച അത് ചെയ്തിരിക്കും ഈ സുധീഷ് മഞ്ചാടി. എന്ത് ഡിമാൻഡാ താൻ പറഞ്ഞു വരുന്നത്? അതൊക്കെ മേഡത്തിന് കൃത്യമായിട്ട് അറിയാം. ഈ പരാതിയുടെ കാര്യം മാത്രമല്ല, വേണമെങ്കിൽ ഈ പഞ്ചരത്നം പൂട്ടി സീല് ചെയ്യിപ്പിക്കും ഈ മഞ്ചാടി. പക്ഷേ
അതിനുള്ള കരാറിന് ഒരു തുക അതെനിക്ക് കിട്ടണം. ഒരു 50,000 രൂപയൊക്കെ ഞങ്ങൾക്ക് ഓക്കെയാണ്. പോരാ. ഈ പരാതിയുടെ തീർപ്പടക്കം 3 ലക്ഷം രൂപ വേണം. അയ്യോ, പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ വന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളാം. ഒരവസരം കിട്ടിയെന്ന് വിചാരിച്ച് മുറത്തി കയറി കൊത്തല്ലേ സുധീഷ് മഞ്ചാടി. നെല്ലിപ്പലക കണ്ട ഞാൻ എന്തിനും മടിക്കില്ല. അപ്പൊ എനിക്ക് കാശിനെ കുറിച്ചായിരിക്കില്ല ചിന്ത. എന്റെ വാശി മാത്രമേ മനസ്സിൽ കാണൂ. അതുകൊണ്ട് കലാവതിയെ വല്ലാതങ്ങ് പേടിപ്പിക്കുന്നതേ അപകടവാ. അതെനിക്ക് നന്നായിട്ട് അറിയാം മാഡം. കരുതലില്ലാതെയല്ല ഞാൻ ഈ ഡീലിന് വന്നത്. പക്ഷേ ഇപ്പോ എനിക്കൊരു ശീതസമരത്തിന് മൂടില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതല്ലേ നല്ലത്. അതല്ലേ കലാവതി നല്ലത്. ഏറ്റു 3 എങ്കിൽ 3 ലക്ഷം തരാം. പക്ഷേ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവണം താൻ. പഞ്ചരത്നം അടച്ചു പൂട്ടിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഇത് വാക്കാണ്. എന്നാ ആ പേപ്പർ ഇങ്ങതാ. പെട്ടെന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുന്ന കരുതിയില്ല. വൈകിക്കണ്ടെന്ന് തീരുമാനിച്ചു. നിന്നോടൊരു വാക്ക് പറഞ്ഞു പോയതല്ലേ. അത് ഓർമ്മയുണ്ടല്ലേ? 2-3 മാസമായിട്ട് ഫോൺ കോൾ ഒന്നും ഇല്ലാതിരുന്നപ്പോ ഞാൻ കരുതി സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയെന്ന്. നിന്നെ വിളിക്കാത്തത് മനഃപൂർവ്വമൊന്നുമല്ല. വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും നീ എന്റെ മനസ്സിലുണ്ടാവും. അറിയില്ലേ നിനക്കെന്നെ? പരാതി പറഞ്ഞതല്ല ഞാൻ. അങ്ങനൊരു ശീലം എനിക്കില്ല. അല്ല, കല്യാണം കഴിഞ്ഞാ പിന്നെ എന്താ അമൃതയുടെ തീരുമാനം? എന്ത് തീരുമാനിക്കാൻ? പഞ്ചരത്നത്തിന് തുണയായി ഒരാള് വന്നു എന്ന് സമാധാനിക്കും. എനിക്കായി ഒരാളുണ്ടെന്ന് ആശ്വസിക്കും. ഈ ഹോട്ടലുമായിട്ട് തുടരാനാണോ അമൃതയുടെ ആഗ്രഹം? അത് സുമേഷേട്ടാ, എനിക്കും എന്റെ അനിയത്തിമാർക്കും ഇത് വീടും ഹോട്ടലൊന്നും അല്ല. അമ്മയുടെയും ദേവമ്മയുടെയും ആത്മാവ് കുടിയിരിക്കുന്ന സ്ഥലമാ. അത്തരം സെന്റിമെന്റ്സ് ഒന്നും കളയണ്ട അമൃത. പക്ഷെ നമുക്കിവിടെ 7-8 നിലകളില് വലിയൊരു ബിൽഡിംഗ് അങ്ങ് പണിയാം. 10-20 അപ്പാർട്ട്മെന്റ്സ് വരുന്ന ഫ്ലാറ്റുകൾ. തറക്കല്ലിടുമ്പോഴേ പരസ്യം ചെയ്ത് തുടങ്ങിയ അഡ്വാൻസ് ബുക്കിംഗ് ആയിരിക്കും ഫ്ലാറ്റുകൾക്ക്. അപ്പോ പഞ്ചരത്നം ഇത് ചെറിയൊരു ബിൽഡിംഗ് അല്ലേ അമൃത? ഇത് നമുക്കങ്ങ് പൊളിച്ചു കളയാം. ഇല്ല, അത് പറ്റില്ല. ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് നീ ടെൻഷൻ ആവാതെ. നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിന്റെ പേര് പഞ്ചരത്നം എന്ന് തന്നെ ആയിരിക്കും. ഏറ്റവും താഴത്തെ നില ഇതുപോലെ തന്നെ ഒരു ഹോട്ടൽ. ഒരു വ്യത്യാസവും ഇല്ല. ഒരുപാട് കാശാവില്ലേ സുമേഷേട്ടാ? അതിന്റെ കാര്യത്തിലൊന്നും നീ ബുദ്ധിമുട്ടണ്ട. കുറെ വർഷം അന്യനാട്ടിൽ കഴിഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എന്റെ കയ്യിലുണ്ട്. അതല്ല സുമേഷേട്ടാ, പഞ്ചരത്നവും ഇതിനു ചുറ്റുമുള്ള ഈ പുരയിടവും നിങ്ങൾ 5 പേർക്കും കൂടി ഉള്ളതാ. അതില് നമ്മൾ മാത്രമായിട്ട് മുതൽ മുടക്കുന്നത് ശരിയല്ല.
തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഭാവിയിൽ നമുക്ക് തീരുമാനിക്കാം. ലീവ് കഴിഞ്ഞ് സുമേഷ് ഏട്ടൻ അങ്ങ് പോയില്ലേ, പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ അല്ലേ. പോകുന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല അമൃതേ. 3 മാസത്തെ ലീവുണ്ട്. അതിനകം ഗൾഫിലെ എൻ്റെ കമ്പനി ഓണറുടെ സഹായത്തോടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. അത് നടന്നാ ഞാൻ ഇനി തിരിച്ചു പോവില്ല. നിന്നെയും ചേർത്ത് പിടിച്ച് ഇവിടെ തന്നെ എൻ്റെ വീട്ടിൽ കഴിയാം. സുമേഷ് ഏട്ടന്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വരുമല്ലേ? ആ, അതാണല്ലോ ഒരു നാട്ടു നടപ്പ്. അതെ. അപ്പോ പകല് മുഴുവൻ ഇവിടെ പഞ്ചരത്നത്തിൽ നിന്നിട്ട് രാത്രി അങ്ങോട്ട് വരേണ്ടി വരും. ഇവിടെ നീ നിൽക്കണമെന്നില്ലല്ലോ, പണിക്കാരൊക്കെ ഇല്ലേ. നിന്റെ ഒരു മേൽനോട്ടം പോരെ ഇവിടെ. അതിപ്പോ അവിടെ നിന്നാലും നടക്കില്ലേ? പോരെ സുമേഷേട്ടാ, അനക്കയ്ക്ക് ജോലി കളയാനാവില്ല. ആതിരെ ആരാധ്യയും PSC എഴുതിയിട്ട് റിസൾട്ട് നോക്കിയിരിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവും. പിന്നെ അഖില മാത്രമല്ലേ ഉള്ളൂ. അവൾക്കും എന്തേലും ഒരു ജോലിയാക്കണം. അപ്പൊ പിന്നെ പഞ്ചരത്നത്തിലെ മുഴുവൻ സമയവും ഞാനുണ്ടാവണം. അല്ല, അപ്പോ എനിക്ക് മാത്രമായിട്ട് നിന്നെ കിട്ടില്ല അല്ലേ? അങ്ങനെ ചോദിക്കല്ലേ സുമേഷേട്ടാ. ഞാൻ എന്നും എപ്പോഴും സുമേഷേട്ടന്റെ ആയിരിക്കും. പക്ഷേ പഞ്ചരത്നം ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിമാരെ. സത്യം പറഞ്ഞ എനിക്ക് മാത്രമല്ല, അനിയത്തിമാർക്കൊരു ആൺതുണയാ സുമേഷേട്ടൻ. ഞാൻ അങ്ങനെ കരുതിക്കോട്ടെ. എൻ്റെ കൂടെ നിൽക്കില്ലേ? നിൽക്കും, പിന്നെ നിൽക്കാതെ. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പിന്നെ കുറെ സാധ്യതകൾ ആലോചിച്ചെന്നേ ഉള്ളൂ. മഞ്ചാടി ചേട്ടൻ ഒരു GS പോലും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? ഒരു വിജയവും മദ്യം കഴിച്ച് ആഘോഷിക്കാറില്ല ഞാൻ. വല്ലപ്പോഴും ചില കണക്കുകൂട്ടലുകൾ എന്റെ പരിധിയിലേക്ക് വരുമ്പോ കൂടെയുള്ളവർക്ക് ഇതുപോലൊരു സൽക്കാരം, അതല്ലേ എന്റെ പതിവ്. എന്റെ ലഹരി കയ്യിലേക്ക് കുമിഞ്ഞു കൂടുന്ന പണവും അധികാരവുമാണ്. എന്തായാലും ആ കലാവതിയെ കമഴ്ത്തിയടിച്ച് വരുതിക്ക് കൊണ്ടുവന്ന് കാശ് വാങ്ങിച്ച മഞ്ചാടിയുടെ ബുദ്ധിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പഞ്ചരത്നത്തിലെ അമൃത എഴുതിയതെന്ന് പറഞ്ഞ് നേതാവ് കാണിച്ച കള്ള ലെറ്റർ അസലായി. അവരത് തൊണ്ട തൊടാതെ വിഴുങ്ങി. ഈ വാർഡില് എന്ന് വെച്ചാ എന്റെ ഈ തട്ടകത്തില് ഒരിടത്തെ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതാ പഞ്ചരത്നത്തിലാ. അവിടുത്തെ പെണ്ണുങ്ങളുടെ ഊണും ഉരിയാടലും നിർത്താൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാ ഹോട്ടൽ പൂട്ടിക്കൂ? വെറുതെ പൂട്ടിക്കില്ല സജി. മൂത്തവളുടെ കല്യാണത്തോടെ സകലതും പൂട്ടിക്കെട്ടി മുദ്ര വയ്ക്കും. കീഴാധാരവും മേലാധാരവും മുന്നാധാരവും ഒക്കെ സർവേ പട്ടികയിൽ വരുത്തും ഞാൻ. കൈവശാവകാശം പറഞ്ഞ് അവരുടെ തന്തയെ കൊണ്ട് തന്നെ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യിക്കും ഞാൻ. അയാളതിന് സമ്മതിക്കൂ? 5 കാശ് തരില്ല എന്ന് കട്ടായം പറഞ്ഞു നിന്ന കലാവതിയെ വരുതിക്ക് നിർത്തിയ എനിക്ക് ആ ചന്ദ്രസേനൻ വെറും ഈസി വാക്ക് ഓവറാ. അമൃതേച്ചിയുടെ കല്യാണം ഉടനെ ഉണ്ടാവുക ചേച്ചി? ഞാൻ എന്താ കണിയാനാണോ? തീയതി മുഹൂർത്തമൊക്കെ തീരുമാനിക്കണ്ടേ, എന്നാലല്ലേ അറിയാൻ പറ്റൂ. അല്ല, സുമേഷേട്ടൻ ഇനി തിരിച്ചു ഗൾഫിലേക്ക് പോകുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പോകുന്നുണ്ടെങ്കിൽ കല്യാണം പെട്ടെന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. കല്യാണം കഴിഞ്ഞാ അമൃതേച്ചി സുമേഷേട്ടന്റെ കൂടെ മാമന്റെ വീട്ടിലേക്ക് പോവോ? അങ്ങനെ പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഇതെല്ലാം നോക്കി നടത്താൻ നമ്മളെ കൊണ്ട് മാത്രം പറ്റത്തില്ല. അങ്ങനെ പഞ്ചരത്നം ഉപേക്ഷിച്ചിട്ടൊന്നും നമ്മുടെ ചേച്ചി പോവില്ല. പഞ്ചരത്നം ഉപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നതിന് തുല്യമല്ലേ?
അത് ഈ ജന്മത്തുണ്ടാവില്ല. നമുക്ക് തുണയായി ആണൊരാള് കൂടെ ഉണ്ടാവണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനു വേണ്ടിട്ടാ പെട്ടെന്നൊരു കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു തന്നെ. അപ്പൊ കല്യാണം കഴിഞ്ഞാ സുമേഷ് ഏട്ടൻ ഇവിടെ വന്ന് താമസിക്കോ? ഇപ്പൊ അതൊന്നും ഓർത്ത് തല പുണ്ണാക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ സഹായത്തിനും സുമേഷ് ഏട്ടനും ഉണ്ടാവും നമ്മുടെ കൂടെ. കാര്യങ്ങളെല്ലാം ഞാൻ സുമേഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു? എന്റെ അനിയത്തിമാരെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞു. അത് സുമേഷ് ഏട്ടൻ സമ്മതിച്ചോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. കല്യാണം നടക്കണമെങ്കിൽ സമ്മതിച്ചേ പറ്റൂ. ഇപ്പഴാ ഒരു സമാധാനമായത്. നീ എന്താടി മിണ്ടാതൊരു മുനിയെ പോലെ ഇരിക്കുന്നെ? എനിക്കെന്തോ സുമേഷ് ഏട്ടന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഒരു ആത്മാർത്ഥത കുറവ് ഫീൽ ചെയ്തു. ഇത് ചെറിയൊരു ബിൽഡിംഗ് അല്ലേ അമൃത? ഇത് നമുക്കങ്ങ് പൊളിച്ചു കളയാം. ഇവിടെ നീ നീക്കണമെന്നില്ലല്ലോ, പണിക്കാരൊക്കെ ഇല്ലേ? നിന്റെ ഒരു മേൽനോട്ടം പോരെ ഇവിടെ? അതിപ്പോ അവിടെ നിന്നാലും നടക്കില്ലേ?